അബുദാബിയുടെ കയ്യിലാണ്. ടോട്ടൽ നമ്മുടെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 80,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിന്റെ 80% ലാൻഡ് വരുന്ന അബുദാബിയുടെ കയ്യിലാണ്. അതുകൂടാതെ തന്നെ ലാൻഡ് മാത്രമല്ല 80% റവന്യൂ ബിലോങ്സ് ടു അബുദാബി. കാരണം 80% ഓയിൽ റിസർവ് ഉള്ളത് ഈ നാടിന്റെ അബുദാബിയുടെ കയ്യിലാണ്. അവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ എമിറേറ്റും ഏറ്റവും റിച്ചസ്റ്റ് എമിറേറ്റും അബുദാബിയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ നാടിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിന്റെ അട്രാക്ഷൻസ് എന്ന് പറയാത്ത ഇനി നമ്മൾ എല്ലാം പോയ ഭാഗങ്ങളാണ് കേട്ടോ. ഇനി ജബലിൽ വരുന്ന സമയത്താണ് നമുക്ക് പുതിയ അട്രാക്ഷൻസ് ഒക്കെ വരാൻ പോകുന്നുള്ളൂ. ഈ നാടിന്റെ ഒരു ഫോർമേഷൻ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അബുദാബിയാണ്. കാരണം ഈ നാടിന്റെ പ്രസിഡന്റ് അബുദാബിയിൽ നിന്നുള്ള ആളാണ്. 968 വരെ വിഘടിച്ചു നിന്നിരുന്ന അല്ലെങ്കിൽ വേറെ വേറെ ആയി നിന്നിരുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ടായത്. അത് ചെയ്യാൻ ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന മനുഷ്യൻ. ZAYED. അദ്ദേഹമാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രസിഡന്റും ഈ നാടിന്റെ രാഷ്ട്രപിതാവും അദ്ദേഹം തന്നെയാണ്. 968 വരെ ബ്രിട്ടന്റെ ഒരു എന്താ പറയുന്ന ഒരു അധീനതയിലായിരുന്ന കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആർക്കിപ്പിലാഗോസ് ദ്വീപുകളായിരുന്നു, പേർഷ്യൻ ഉപദ്വീപുകളായിരുന്നു. നമ്മൾ കാണുന്ന പേർഷ്യൻ പെനിൻസുല എന്ന് പറയുന്ന ദുബായും അബുദാബിയും ഷാർജയും അജ്മാനും എല്ലാം ചേർന്നത്. ഇങ്ങനെയാണ് ബ്രിട്ടൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ബ്രിട്ടന്റെ ഒരു കോളനി ഒന്നും ആയിരുന്നില്ല. നമ്മുടെ നാട് ഒരു കോളനി ആയിരുന്നു ബ്രിട്ടന്റെ. പക്ഷെ അത്തരത്തിലുള്ള ഒരു കൊളോണിയൽ സിസ്റ്റം ഇവിടെ നിലനിന്നിരുന്നില്ല. കാരണം പ്രത്യേകിച്ചൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് കൊണ്ടുപോകണോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളുണ്ടായിരുന്നില്ല. എന്നാലും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രേഡിംഗ് പാത്ത് വഴിയാണ് അവർ പോയിരുന്നത്. ഏറ്റവും വലിയ ട്രേഡ് റൂട്ടുകളിലൊന്നായിരുന്നു അറേബ്യൻ പെനിൻസുല ഈ ഒരു പേർഷ്യൻ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകുന്ന വഴി പിറ്റ് സ്റ്റോപ്പ് പോലെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചൊരു ഭാഗമാണ് പേർഷ്യൻ പെനിൻസുല എന്ന് പറയുന്ന ഭാഗം, ആസ് പെർ ഹിസ്റ്റോറിയൻസ്. അത് മാത്രമല്ല ഈ നാട് ഏറ്റവും ആ സമയത്ത് അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പൈറേറ്റ്സിന്റെ അക്രമങ്ങളായിരുന്നു. കാരണം ഈ നാട്ടിലുണ്ടായിരുന്ന സ്വത്തിൽ അല്ലെങ്കിൽ നാടിന്റെ ധനസമ്പാദന മാർഗങ്ങളായിരുന്നു പേൾ ഡൈവിംഗ്. കാരണം ഈ നാടിന്റെ തീരപ്രദേശങ്ങൾ ഇഷ്ടംപോലെ അറേബ്യൻ പേൾസ് ഉണ്ടായിരുന്നു. ആ പേൾസ് എടുത്തുകൊണ്ട് അത് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്തിട്ടാണ് അവരുടെ ബ്രിട്ടൻ ബട്ടർ അവർ വിൻ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ആക്രമിക്കാൻ ഒരുപാട് പൈറേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാൻ അവർക്ക് പ്രത്യേകിച്ച് ആർമിയോ അത്തരത്തിലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബ്രിട്ടന്റെ ഒരു കടന്നുവരവ്. ബ്രിട്ടനാണ് ഇത്തരത്തിലൊരു ആർമി സപ്പോർട്ട് ഈ പേർഷ്യൻ പെനിൻസുലക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ പേർഷ്യൻ പെനിൻസുലക്ക് ബ്രിട്ടീഷ് സപ്പോർട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ നിൽക്കാനുള്ളൊരു അധികാരം കൂടെ ഇവർ അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് ബ്രിട്ടന്റെ ഒരു എന്താ പറയുന്ന ഒരു അധികാരം ഈ ഭാഗത്ത് ഉണ്ടാവുന്നത്. ബ്രിട്ടൻ ഈ ഒരു നാട്ടുരാജ്യങ്ങൾ വിളിച്ചിരുന്ന പേര് ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു. ട്രൂഷ്യൽസ് ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായിരുന്നു, ട്രൂഷ്യന്റെ ഭാഗമായിരുന്നു. അത്തരത്തിൽ വരുന്ന സ്റ്റേറ്റുകളായിരുന്നു. ആ സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഇന്നീ കാണുന്ന എല്ലാ 7 എമിറേറ്റും. അത് കൂടാതെ ഖത്തറും ബഹ്റിനും രണ്ട് രാജ്യങ്ങളായിരുന്നു. ഇത്തരത്തിൽ 7 സ്റ്റേറ്റുകളും ആ 2 രാജ്യങ്ങളും അങ്ങനെ 9 സ്റ്റേറ്റുകളായിരുന്നു ട്രൂഷ്യൽ സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ. പിന്നെയും കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ ഉണ്ടായിരുന്നു. അത് 1968 വരെ നിലനിന്നു. കാരണം 1947 നിന്നും ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം 20ഓളം വർഷം പിന്നെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയും 1968 അവർ അവരുടെ ആർമി സപ്പോർട്ട് പിൻവലിക്കുകയാണ് ചെയ്തത് ഈ ഒരു തീരപ്രദേശം. അതിനുശേഷം 1968 മുതൽ 71 വരെയുള്ള 3 വർഷം കൊണ്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. വിച്ച് ഈസ് സോ അമേസിങ്. കാരണം 3 വർഷം കൊണ്ട് എങ്ങനെ ഒരു നാടുണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക, അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അച്ചീവ്മെന്റുകളൊന്നും. കാരണം 1960കളിലാണ് ഇവിടെ എണ്ണ കണ്ടുപിടിക്കുന്നത്, 1970കളിലാണ് എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അത്രയും വലിയൊരു ഖനി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത്രയും വലിയ ഖനി കയ്യിലുണ്ട്, പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിറയെ പൈസ ഉണ്ട്, പക്ഷെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ആരുമില്ലെങ്കിൽ എന്ത് ചെയ്യും, ആമ്പിളരെ ഒന്ന് അടിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു ഐഡിയ അദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളോട് പറയാൻ ചെയ്തത്. കാരണം നമ്മുടെ കയ്യിൽ ഒരു ഖനിയുണ്ട് ഇപ്പോൾ, പക്ഷെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് യൂണിയൻ ആവണം, അല്ലെങ്കിൽ നമുക്കൊന്ന് യുണൈറ്റഡ് ആവണം. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് എന്റെ കയ്യിലുള്ള ഈ സമ്പത്ത് നമുക്ക് ഷെയർ ചെയ്യാം. കാരണം 80% ഓയിൽ റിസർവിലാണെന്ന് പറയുന്നത്. അദ്ദേഹം മറ്റു രാജ്യങ്ങളെ കോൺക്രീറ്റ് ചെയ്യല്ല ചെയ്തത്. കാരണം നിങ്ങൾ എന്റെ കൂടെ കൂടുകയാണെങ്കിൽ വിൽ ബി മച്ച് മോർ സ്ട്രോങ്ങർ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു രാജ്യമായിട്ട് എന്തുകൊണ്ട് മാറിക്കൂടാ. ഈ ഒരു ആശയം അദ്ദേഹം ഈ എല്ലാ ടൂറിസ്റ്റ് സ്റ്റേറ്റിനെയും വെക്കുകയും ഖത്തറും ബഹ്റിനും അതിന് അംഗീകരിക്കാതിരിക്കുകയും മറ്റുള്ള 6 സ്റ്റേറ്റുകൾ, റാസൽ ഖൈമ ഒഴികെയുള്ള 6 സ്റ്റേറ്റുകൾ 1971 ആ കോൺട്രാക്ട് സൈൻ ചെയ്യുകയും 1 വർഷത്തിന് ശേഷം റാസൽ ഖൈമയും ഈ യൂണിയനിൽ അംഗമാകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ രാജ്യം ഫോം ചെയ്തെടുത്തത് 3 വർഷം കൊണ്ട്. അങ്ങനെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്തത്. അത് ചെയ്ത മനുഷ്യനാണ് ഷെയ്ഖ് സായിദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഈ
രാജ്യത്തിന്റെ തലസ്ഥാനം കൂടിയാണ് എന്ത് പറയുന്നത് അബുദാബി എന്ന് പറയുന്ന ഭാഗം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് 2 മണിക്കൂറിന്റെ യാത്രയാണുള്ളത്. 160 കിലോമീറ്ററോളം യാത്ര നമുക്കുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറയുന്ന റോഡാണ്. ദുബായിനും അബുദാബിനും കണക്ട് ചെയ്യുന്ന മെയിൻ റോഡ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു 60 കിലോമീറ്ററോളം ദൂരം നമ്മളിപ്പോൾ പോകുന്ന ദൂരം ദുബായിയുടെ കാഴ്ചകൾ തന്നെയാണ്. അതിനുശേഷമാണ് പിന്നെ അബുദാബിയുടെ കാഴ്ചകൾ വരുന്നത്. എന്നാലും ഈ 7 എമിറേറ്റിനെയും വേർതിരിക്കാൻ പ്രത്യേകം ചെക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ അടയാള സൂചികകളോ അങ്ങനെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ നിങ്ങൾ ദുബായിലും അബുദാബിയിൽ കയറാണെന്ന് പറയാൻ പ്രത്യേക ബോർഡുകളോ, കാരണം നമ്മൾ കേരളത്തിൽ നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് വെൽക്കം ടു തമിഴ്നാട് അല്ലെങ്കിൽ വെൽക്കം ടു കർണാടക എന്നൊക്കെ എഴുതി കാണാൻ ബോർഡ് കാണാം. പക്ഷേ ഇത്തരത്തിൽ ഒരു വെൽക്കം ടു ഷാർജ അല്ലെങ്കിൽ വെൽക്കം ടു അബുദാബി എന്നുള്ള ബോർഡുകളൊക്കെ വളരെ റെയർ ആയിട്ട് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് LED ഇങ്ങനെ പോകുന്നത് കാണാൻ മാത്രമല്ലാതെ പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകളൊന്നുമില്ല. കാരണം എല്ലാം ഒരു വണ്ണസിലേക്ക് ചുരുങ്ങിയതാണ് 1971. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇന്ന് പോകുന്ന ടൂറിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? ആദ്യം നമ്മൾ പോയി നിർത്തുന്നത് ഫെരാരി വേൾഡ് എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ തീം പാർക്കുകളിലൊന്നാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തീം പാർക്കുകളിലൊന്നാണ് ഫെരാരി വേൾഡ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വണ്ടർലേക്ക് അല്ലേ, അതൊരു വാട്ടർ തീം പാർക്കാണ്. പക്ഷെ ഈ ഒരു തീം പാർക്ക് ഫെരാരി കാറുമായി ബന്ധപ്പെട്ടുള്ള തീം പാർക്കാണ്. എനിക്ക് ചൂടെടുക്കുന്നില്ല, അവര് AC ഓൺ ചെയ്തിട്ടില്ലേ അല്ലേ? ആദ്യം പോകുന്നത് ഫെരാരി വേൾഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ റോളർ കോസ്റ്ററുള്ള ഒരു തീം പാർക്കാണ്. നമുക്ക് എൻട്രി ഒന്നുമില്ല, ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ആദ്യം ഓപ്ഷൻ അവിടെയാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഈത്തപ്പഴ മാർക്കറ്റിലേക്കാണ്, ഡേറ്റ്സ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് ഈത്തപ്പഴം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന ഒരുപാട് പഴങ്ങളുണ്ട്. തേങ്ങ ചക്കയില്ല, മാങ്ങയില്ല, ഇതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ തരത്തിലുള്ള വ്യാപാര കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ മാർക്കറ്റുകളും വാണിജ്യ കേന്ദ്രങ്ങളും ബിസിനസ്സും എല്ലാം സീഫുഡുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഇത്തരത്തിൽ മാർക്കറ്റ്, മിലാ മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ മാർക്കറ്റിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. വെജിറ്റബിൾസ് വിൽക്കുന്ന ഭാഗങ്ങളുണ്ട്, മീറ്റ് വിൽക്കുന്ന ഭാഗങ്ങളുണ്ട്, ഡേറ്റ്സ് വിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നമ്മൾ അതിനുശേഷം